ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് റംസാർ സൈറ്റുകൾ എന്നത്. കാരണം എന്ന് വെച്ചാൽ ഇക്കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, മാധവ് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ ചോദിക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ടാണ് മാധവ് ടൈഗർ റിസർവിന്റെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്. അപ്പം ഇന്ത്യയിൽ തന്നെ ഒരു 4 റംസാർ സൈറ്റുകളുടെ പട്ടികകളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. അപ്പൊ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്, അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതും കൂടാതെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലൂടെ പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ലോക തണ്ണീർത്തട ദിനം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം എന്നാ ഫെബ്രുവരി 2. അപ്പം നമുക്ക് മനസ്സിലാക്കാം 2025 ആഘോഷമായിരുന്നല്ലോ. അപ്പം എന്താണ് അതിന്റെ തീം എന്താണെന്ന് ചോദിക്കും. 2025 തണ്ണീർത്തട ദിന പ്രമേയം എന്താണ്? പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം. ഞാൻ പറഞ്ഞ 4 സൈറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നേരത്തെ ആകെ ഉള്ളത് 85 ആയിരുന്നു. ഇപ്പൊ 4 നമ്മൾ ഉൾപ്പെടുത്തി ടോട്ടൽ 89 എണ്ണം ഉണ്ട്. ഇന്ത്യയിൽ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 89 ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ചോദിക്കും. അത് നേരത്തെയും ഇപ്പോഴും എല്ലാം തമിഴ്നാട് തന്നെയാണ്, 20 എണ്ണമാണ്. രണ്ടാമത് വരുന്നത് ഉത്തർപ്രദേശാണ്, 10 എണ്ണം. ഓർത്തിരിക്കുക, ആകെ റംസാർ സൈറ്റുകൾ ഇന്ത്യയിൽ ഇപ്പോൾ എത്ര ഉണ്ട്? 89 എണ്ണം. അതിൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ് 20 എണ്ണം, സെക്കൻഡ് ഉത്തർപ്രദേശിലാണ് 10 എണ്ണം. അടുത്ത ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സുന്ദർബൻസ് ആണ്. അവിടെയാണ് പശ്ചിമ ബംഗാളിലാണ്. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് ഏറ്റവും ചെറുത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയത് ഏതാണ്? രേണുക തടാകം, ഹിമാചൽ പ്രദേശ്. രേണുക തടാകം എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്തിരിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ 4 ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഏതാണെന്ന് നോക്കാം. പുതിയ റംസാർ സൈറ്റുകൾ ഏതാണ്? സക്കരക്കോട്ടെ പക്ഷിസങ്കേതം, തമിഴ്നാട്. തീർത്ഥങ്കൽ പക്ഷിസങ്കേതം, തമിഴ്നാട്. ഉദ്വ തടാകം, ജാർഖണ്ഡ്. കെച്ചിയോപ്പാൽറി തണ്ണീർത്തടം, സിക്കിം. ഏതൊക്കെയാണ്? സക്കരക്കോട്ടെ പക്ഷിസങ്കേതം, തമിഴ്നാട്. തീർത്ഥങ്കൽ പക്ഷിസങ്കേതം, തമിഴ്നാട്. സക്കരക്കോട്ടെ, തീർത്ഥങ്കൽ ഇത് രണ്ടും പക്ഷിസങ്കേതമാണ്. അത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, സക്കരക്കോട്ടയും തീർത്ഥങ്കൽ ഇത് രണ്ടും എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അടുത്താണ് ഉദ്വ തടാകം. ഉദ്വ തടാകം എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ ആദ്യ റംസാർ സൈറ്റ് ആണ് ഏതാണ്? ഉദ്വ തടാകം. ജാർഖണ്ഡിലെ ആദ്യ റംസാർ സൈറ്റ് ഏതാണ്? ഉദ്വ തടാകമാണ്. ഇപ്പൊ ആഡ് ചെയ്തിട്ടുള്ളൂ. ഉദ്വ തടാകം എവിടെയാണ്? ജാർഖണ്ഡ്. അടുത്ത നോട്ട് ചെയ്യുക, കെച്ചയോപാൽറി തണ്ണീർത്തടം. കെച്ചയോപാൽറി തണ്ണീർത്തടം എവിടെയാണ്? സിക്കിമിലാണ്. അതുപോലെ തന്നെ സിക്കിമിലെ ആദ്യത്തെ റംസാർ സൈറ്റ് ആണ് കെച്ചയോപാൽറി തണ്ണീർത്തടം. ഈ ഉദ്വ തടാകവും കെച്ചയോപാൽറി തണ്ണീർത്തടവും നമ്മൾ പേര് ശ്രദ്ധിക്കുക. ഉദ്വ തടാകം എവിടെയാണ്? ജാർഖണ്ഡിലാണ്. കെച്ചയോപാൽറി സിക്കിമിലാണ്. അപ്പം തണ്ണീർത്തടങ്ങളുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളവരാണ്? ഇന്ത്യയിലാണ്. നമുക്ക് മനസ്സിലായി, ഏഷ്യയിൽ ഏറ്റവും കൂടുതലുള്ളവരാണ് ഇന്ത്യയിലാണ്. ലോകത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ 3-ാം സ്ഥാനം. ഏഷ്യയിൽ 1-ാം സ്ഥാനവും ലോകത്തിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക, പുതിയ റംസാർ സൈറ്റുകളായ സക്കരക്കോട്ടൈ തമിഴ്നാട്, തീർത്ഥങ്കൽ തമിഴ്നാട് ഇത് രണ്ടും പക്ഷിസങ്കേതമാണ്. ഉദ്വ തടാകം ജാർഖണ്ഡിലാണ്. ഉദ്വ തടാകം എവിടെയാണ്? ജാർഖണ്ഡിലാണ്. കെച്ചയോപാൽറി തണ്ണീർത്തടം സിക്കിമിലാണ്. ജാർഖണ്ഡിലെ ആദ്യത്തെ റംസാർ സൈറ്റ് ആണ് ഉദ്വ തടാകവും സിക്കിമിലെ ആദ്യത്തെ റംസാർ സൈറ്റ് ആണ് കെച്ചയോപാൽറി തണ്ണീർത്തടവും. അത് രണ്ടും കുറച്ച് സ്ട്രെസ് ആയിട്ട് പഠിക്കുക. ഉദ്വ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. കെച്ചയോപാൽറി എവിടെയാണ്? സിക്കിമിലാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നീട് വീണ്ടും വീണ്ടും കാണുക. ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ശരി, താങ്ക് യു.